ഹലോ എവരിവൺ. നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 പൈ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. ഇപ്പം നമുക്ക് തന്നേക്കണ ഇൻ്റർവെൽ മൈനസ് പൈ തൊട്ടിട്ട് പൈ വരെയാണ്. മൈനസ് പൈ തൊട്ടിട്ട് 0 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. 0 തൊട്ടിട്ട് പൈ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ പൈ ആണ്. അപ്പോൾ ഇത് ഈവൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈവൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഓടാണെങ്കിൽ നമുക്ക് ആ ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഈ ഫംഗ്ഷൻ ഓടാണോ ഈവൻ ആണോ അല്ല. കാരണം എന്താ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പോസിറ്റീവ് എക്സ് ആണ് എടുത്തു എന്ന് വിചാരിക്കും. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈയിൽ നമ്മളൊരു എക്സ് എടുത്താൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പൈ ആണ്. ഇനി എഫ് ഓഫ് മൈനസ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഉള്ളിടത്ത് മൈനസ് എക്സ് കൊടുത്താൽ മതി. അപ്പോൾ പൈയിൽ മൈനസ് എക്സിൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സും എന്തായിരിക്കും? പൈ ആയിരിക്കും. അപ്പോൾ എക്സ് എന്നുള്ളത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈയിലാണെങ്കിൽ മൈനസ് എക്സ് എവിടെയായിരിക്കും? മൈനസ് എക്സ് മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 പക്ഷെ അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പൈ ആണോ? അല്ല, 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ അല്ല, അതുപോലെ ഈവൻ ഫംഗ്ഷനും അല്ല. അപ്പോൾ നമ്മൾ സാധാ ഫൊറിയർ സീരീസിൻ്റെ ഫോമുല വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യണം. ആദ്യം പീരീഡ് നോക്കാം. പീരീഡ് 12 എന്താ വരുന്നത്? 12 എന്നുള്ളത് ലെങ്ത് ഓഫ് ഇൻ്റർവെൽ പൈ മൈനസ് മൈനസ് പൈ വിച്ച് ഇസ് ഈക്വൽ ടു 2π എന്ന് കിട്ടും. അതായത് എല്ലിൻ്റെ വാല്യൂ പൈ ആണ്. ഇനി നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an cos nπ x/l. പൈ ക്യാൻസൽ ചെയ്ത് പോവും. പ്ലസ് bn sin nπ x/l. എൽ പൈ ആയതുകൊണ്ട് പൈ ക്യാൻസൽ ചെയ്ത് പോവും. ഇനി നമ്മൾ a0 കണ്ടുപിടിക്കണം, an കണ്ടുപിടിക്കണം, bn കണ്ടുപിടിക്കണം. a0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? a0 ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം നമ്മൾ പറഞ്ഞു മൈനസ് പൈ തൊട്ട് പൈ വരെയാണ് നമ്മുടെ ഇൻ്റർവെൽ. പക്ഷെ മൈനസ് പൈ തൊട്ട് 0 വരെ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് 0 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ തൊട്ട് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? 0 തൊട്ട് പൈ വരെ ചെയ്താൽ മതി. കാരണം അവിടെ മാത്രമേ ഇൻ്റഗ്രലിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ a0 ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to പൈ ഡി എക്സ് എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 1/π. പൈ കോൺസ്റ്റൻ്റ് ആ പുറത്തെടുക്കുക പൈ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്നുള്ളത് എക്സ് ആണ്. ലിമിറ്റ് കൊടുക്കുക 0 to പൈ ക്യാൻസൽ ചെയ്ത് പോയി. എക്സിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ എന്നാണ് a0ൻ്റെ വാല്യൂ കിട്ടണം. ഇനി അടുത്ത് an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. നമ്മൾ പറഞ്ഞു മൈനസ് പൈ തൊട്ട് 0 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ കൊടുത്താൽ മതി? 0 തൊട്ട് പൈ വരെ കൊടുത്താൽ മതി. അപ്പോൾ an ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? പൈ കോസ് എൻ എക്സ് ഡി എക്സ്. 1/πയും പൈയും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ. ലിമിറ്റ് കൊടുക്കുക 0 to 1/n കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സൈൻ എൻ പൈ മൈനസ് 0. സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ an 0 കിട്ടി. ഇനി bn കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് 0 to കൊടുത്താൽ മതി. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to പൈ സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. 1/πയും പൈയും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. ലിമിറ്റ് 0 to വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1/n കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് എൻ പൈ മൈനസ് കോസ് 0. കോസ് എൻ പൈയുടെ വാല്യൂ -1 ഓൾ റേസ് ടു n ആണ്. മൈനസ് കോസ് 0യുടെ വാല്യൂ 1. നെഗറ്റീവ് ഉള്ളോട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1/n ഇൻറ്റു 1 മൈനസ് -1 ഓൾ റേസ് ടു n കിട്ടും. ഇപ്പം നമ്മൾ ഫൊറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1/n ഇൻറ്റു 1 മൈനസ് -1 ഓൾ റേസ് ടു n സൈൻ എൻ എക്സ്. അതാണ് നമ്മുടെ തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് പ്രോബ്ലം, ഡെവലപ്പ് എഫ് ഓഫ് എക്സ് ഇൻ ഫൊറിയർ സീരീസ് ഇൻ ദ ഇൻ്റർവൽ -2 to 2 ഇൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 1 ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കണ ഇൻ്റർവെല്ലിൽ -a ഫോമിലാണെന്ന് വെച്ചിട്ട് നമുക്ക് ഓഡ് ഫംഗ്ഷൻ്റെയോ ഈവൻ ഫംഗ്ഷൻ്റെയോ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തന്നേക്കണ ഫംഗ്ഷൻ ഓടാണ് ഈവൻ ആണോ ചെക്ക് ചെയ്യണം. പക്ഷെ ഇത് ഓടും ഈവൻ ഫംഗ്ഷനും ആവോ? ഇല്ല, നേരത്തെ സെയിം പോലത്തെ ഫംഗ്ഷനാണ്.
അല്ലേ? അവിടെ പൈക്ക് പകരം ഇവിടെ 1 ആണെന്നേ ഉള്ളൂ. ഇത് എങ്ങനെയായാലും ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും ഒന്നും ആവില്ല. അപ്പം നമ്മൾ സാധാ പോലെ ഫോറിയർ സീരീസിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യം പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് 2L എന്നുള്ളത് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 2 - -2 വിച്ച് ഇസ് ഈക്വൽ ടു 4. അതായത് എല്ലിൻ്റെ വാല്യൂ 2 ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity an cos n/x/l. L 2 ആണ്. അപ്പോൾ n/x/2 പ്ലസ് bn sin n/x/2. a0 കണ്ടുപിടിക്കണം, an കണ്ടുപിടിക്കണം, bn കണ്ടുപിടിക്കണം. an കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/l ഇൻ്റഗ്രൽ -L to L f of x dx. എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഇൻ്റഗ്രൽ -2 to 2 f of x dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2. നോക്കി, -2 തൊട്ടിട്ട് 0 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ആകെ കൂടി 0 തൊട്ട് 2 വരെ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ആ ഇൻ്റഗ്രൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 1 dx എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 1/2. 1 dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ലിമിറ്റ് 0 to 2 1/2 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 1. an കണ്ടുപിടിക്കാനുള്ള ഫോർമുല an ഇസ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ -2 to 2 f of x cos n/x/2 dx. നമ്മൾ പറഞ്ഞു നമ്മൾ ലിമിറ്റ് 0 തൊട്ട് 2 വരെ കൊടുത്താൽ മതി. അപ്പോൾ 1/2 ഇൻ്റഗ്രൽ 0 to 2 1 cos n/x/2 dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2 cos n/x/2 dxൻ്റെ ഇൻ്റഗ്രൽ എന്നുള്ളത് sin n/x/2 ഡിവൈഡഡ് ബൈ n/2 ലിമിറ്റ് കൊടുക്കുക 0 to 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ആ ഡിനോമിനേറ്റർ ഉള്ളതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം 2/nπ. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ 2 കട്ട് ചെയ്ത് പോയി sin nπ മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ sin 0. sin nπയും 0 ആണ്, sin 0യും 0 ആണ്. അപ്പോൾ an 0 ആയിട്ട് പോകും. നെക്സ്റ്റ് bn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ bn ഇസ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ -2 to 2 f of x sin n/x/2 dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ലിമിറ്റ് എവിടെ നിന്നിട്ട് എവിടെ വരെ കൊടുത്താൽ മതി? ഇൻ്റഗ്രൽ 0 to 2 f of xൻ്റെ വാല്യൂ 1 sin n/x/2 dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2. sin n/x/2ൻ്റെ ഇൻ്റഗ്രൽ -cos n/x/2 ഡിവൈഡഡ് ബൈ n/2 ലിമിറ്റ് 0 to 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -2/nπ. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ cos nπ മൈനസ് cos 0 വിച്ച് ഇസ് ഈക്വൽ ടു -1/nπ. cos nπയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു -1 all raised to n മൈനസ് cos 0യുടെ വാല്യൂ 1 ആണ്. ഇനി മൈനസിന് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ 1/nπ ഇൻറ്റു 1 മൈനസ് -1 all raised to n. ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of x ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity 1/nπ ഇൻറ്റു 1 മൈനസ് -1 all raised to n sin nπx/2 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് ദ പീരിയോഡിക് ഫംഗ്ഷൻ f of x of period 4 where f of x is equal to 0 for -2 less than or equal to x less than or equal to -1, k for -1 less than x less than 1, 0 for 1 less than x less than 2. അപ്പോൾ -2 തൊട്ടിട്ട് 2 വരെയുള്ള ഇൻ്റർവെല്ലിലാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ വന്നേക്കുന്നത്. പക്ഷേ ആകെ കൂടി -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ മാത്രമേ ഫംഗ്ഷന് നോൺ സീറോ വാല്യൂ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനൊന്നും അല്ല, നമ്മൾ സാധാ ഫോറിയർ സീരീസിൻ്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പീരീഡ് എന്താണെന്ന് നോക്കാം. പീരീഡിൻ്റെ വാല്യൂ എന്താ? പീരീഡ് എന്നുള്ളത് 2L ആണ്. 2L എന്നുള്ളത് 4 ആണ്. പീരീഡ് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 2 ആണ്. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity an cos nπx/2 പ്ലസ് bn sin nπx/2. എല്ലിന് 2 കൊടുക്കുമ്പോൾ a0 കണ്ടുപിടിക്കണം. a0 കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/2 ഇൻ്റഗ്രൽ -2 to 2 f of x dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2. എവിടെ തൊട്ട് എവിടം വരെ മാത്രമേ എഫ് ഓഫ് എക്സിന് നോൺ സീറോ വാല്യൂ ഉള്ളൂ? -1 തൊട്ട് 1 വരെ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് -1 തൊട്ട് 1 വരെ കൊടുത്താൽ മതി. അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ k dx. k കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. അപ്പോൾ k/2 dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഫ്രം -1 to 1 വിച്ച് ഇസ് ഈക്വൽ ടു k/2. ലിമിറ്റ് കൊടുക്കാം 1 മൈനസ് -1 വിച്ച് ഇസ് ഈക്വൽ ടു k/2 ഇൻറ്റു 2 എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു k. an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an ഇസ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ -2 to 2 f of x cos nπx/2 dx
വിച്ച് ഇസ് ഈക്വൽ ടു 1/2. നമ്മൾ -1 തൊട്ട് 1 വരെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻ്റർവെൽ -1 to 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ k cos nπx/2 dx. k/2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. cos nπx/2ൻ്റെ ഇൻ്റഗ്രൽ sin nπx/2 ഡിവൈഡഡ് ബൈ nπ/2. ലിമിറ്റ് കൊടുക്കാം -1 തൊട്ട് 1 വരെ. ഇനി റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിലുള്ള ടേമിന്. അപ്പോൾ k/2 ഇൻറ്റു 2/nπ. ലിമിറ്റ് കൊടുക്കുക ആദ്യം എക്സിന് 1 മൈനസ് എക്സിന് -1. sin nπ/2 മൈനസ് sin nπ/2 ഇൻറ്റു -1. അതായത് സൈൻ -nπ/2 എന്ന് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ മൈനസ് തീറ്റ എന്നുള്ളത് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ -nπ/2നെ നമുക്ക് എന്ത് എഴുതാം? -sin nπ/2 എന്ന് എഴുതാം. മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി. അങ്ങനെയാണ് k/nπ ഇൻറ്റു sin nπ/2 പ്ലസ് sin nπ/2 എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു k/nπ ഇൻറ്റു 2 sin nπ/2 വിച്ച് ഇസ് ഈക്വൽ ടു 2k/nπ sin nπ/2 എന്ന് കിട്ടും മെയിനിൻ്റെ വാല്യൂ. അടുത്തത് ബി എൻ കണ്ടുപിടിക്കണം. ബി എൻ്റെ ഇക്വേഷൻ 1/2 ഇൻ്റഗ്രൽ -2 to 2 എഫ് ഓഫ് എക്സ് sin nπx/2 dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ലിമിറ്റ് നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ കൊടുക്കുള്ളൂ, -1 തൊട്ട് 1 വരെ. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ k sin nπx/2 dx. k/2. ഇനി sin nπx/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -cos nπ/2 ഡിവൈഡഡ് ബൈ nπ/2. ഡിനോമിനേറ്ററിലുള്ള ടേമിന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -k/2 ഇൻറ്റു 2/nπ. ലിമിറ്റ് കൊടുക്കുക ആദ്യം എക്സിന് 1. അപ്പോൾ cos nπ/2 -1 കൊടുക്കുക. അപ്പോൾ cos nπ/2 ഇൻറ്റു -1, അതായത് cos -nπ/2 വരും. നമുക്കറിയാം cos മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റ തന്നെയാണ്. അപ്പോൾ cos -nπ/2 എന്ന് പറഞ്ഞാൽ cos nπ/2 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -k/nπ cos nπ/2 മൈനസ് cos nπ/2 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എ നോട്ട് കിട്ടി, എ എൻ കിട്ടി, ബി എൻ കിട്ടി. എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു k/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ∞ 2k/nπ sin nπ/2 ഇൻറ്റു cos nπx/2 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ ഫോറിയർ സീരീസ് ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -π less than x less than π. Hence show that 1/1 square minus 1/2 square plus 1/3 square minus etc. is equal to π square by 12. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് തന്നേക്കണ സാധനം ഡിഡ്യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം തന്നേക്കണ ഫംഗ്ഷൻ്റെ പീരീഡ് നോക്കാം. പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ π - π വിച്ച് ഇസ് ഈക്വൽ ടു 2π എന്നാണ് വരാം. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്താ വരാം? എല്ലിൻ്റെ വാല്യൂ π ആണ് വരണത്. ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? ഒരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് bn 0 ആണ്. അപ്പോൾ bn 0 ആകുമ്പോൾ നമ്മുടെ ഫോറിയർ സീരീസ് എന്താ വരാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ an cos nπx/l. എൽ π ആണ്, π ക്യാൻസൽ ചെയ്ത് പോകും. a0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈവൻ ഫംഗ്ഷന് 2/π ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയറാണ്. എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π. എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ ലിമിറ്റ് 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π π³ എന്ന് കിട്ടും. ഒരു π ക്യാൻസൽ ചെയ്ത് പോയി 2π² 3 എന്ന് കിട്ടും a0ൻ്റെ വാല്യൂ. ഇനി an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? an ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് cos nx dx വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π x² cos nx dx എന്ന് കിട്ടും. നമ്മൾ മറ്റേ ഇൻ്റഗ്രൽ uv ആ ഫോർമുല വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 2/π u ആയിട്ട് നമ്മൾ x² എടുക്കണേ. x² ഇൻറ്റു cos nxൻ്റെ ഇൻ്റഗ്രൽ sin nx/n മൈനസ് x² ഡെറിവേറ്റീവ് 2x sin nx/nൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos nx/n² പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 മൈനസ് cos nx/n² ഇൻ്റഗ്രൽ മൈനസ് sin nx/n³ ലിമിറ്റ് 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π. നമ്മൾ ആദ്യം എക്സിന് π കൊടുക്കുക, പിന്നെ എക്സിന് 0 കൊടുക്കാം. 2/π ഇൻറ്റു 0 പ്ലസ് 2π cos nπ/n² പ്ലസ് 0 എന്നാണ് കിട്ടുക വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു 2π cos nπയുടെ വാല്യൂ -1 all raised to n/n² വിച്ച് ഇസ് ഈക്വൽ ടു 4/n² -1 all raised to n എന്ന് കിട്ടും. നമ്മൾ ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സീരീസ് ആയിട്ട് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
2π² 3 ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്ത് പോയി π² 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ n is equal to 1 to infinity മൈനസ് 1 all raised to n ബൈ n² cos nx എന്നാണ് നമുക്ക് ഫൊറിയർ സീരീസ് കിട്ടണം. ഇനി നമുക്ക് ഒരു ഫോർമുല ഒരു ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഡെഡ്യൂസ് ചെയ്യണത് ഫോറിയർ ഫണ്ടമെൻ്റൽ തിയറം ഓൺ കൺവേർജൻസ് ഓഫ് ഫോറിയർ സീരീസ് വെച്ചിട്ടാണ്. ആ തിയറത്തിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് ഇഫ് സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് 12 ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. അതായത് നമുക്ക് തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലൊരു പോയിൻ്റാണ് എക്സ്. ആ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ എടുക്കുന്ന പോയിന്റ് 0 എന്ന് പറഞ്ഞ പോയിന്റാണ്. 0 എന്ന് പറഞ്ഞ പോയിന്റ് മൈനസ് പൈക്കും ഇടയിലുള്ള പോയിന്റാണ്. 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് ആയിരിക്കും എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓൺ കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസ് പറയണം. അപ്പം നമ്മൾ ആദ്യം എൽ എച്ച് എസ് കണ്ടുപിടിക്കാം. എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0. നമ്മുടെ ഫംഗ്ഷൻ x² ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0² വിച്ച് ഇസ് ഈക്വൽ ടു 0. ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എസ് ഓഫ് 0. അതായത് നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ എക്സിന് 0 കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു π² 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ മൈനസ് 1 all raised to n ബൈ n² cos 0 എന്ന് വരാം. cos 0യുടെ വാല്യൂ 1 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു π² 3 പ്ലസ് 4 ഇൻറ്റു സമ്മേഷൻ മൈനസ് 1 all raised to n ബൈ n² എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു π² 3 പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1/2² മൈനസ് 1/3² പ്ലസ് 1/4² മൈനസ് എക്സെട്ര. ഇനി എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നാണല്ലോ പറയണത്. എൽ എച്ച് എസും ആർ എച്ച് എസും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു π² ആട്ടോ, ഞാൻ മിസ്റ്റേക്കിൽ എഴുതിയത് അവിടെ. π² 3 പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1/2² മൈനസ് 1/3² പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ആ π² 3നെ എൽ എച്ച് എസിലോട്ട് എടുക്കുമ്പോൾ മൈനസ് π² 3 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1/2² മൈനസ് 1/3² പ്ലസ് എക്സെട്ര. 4നെയും എൽ എച്ച് എസിലോട്ട് എടുക്കാം. അപ്പോൾ മൈനസ് π² 3 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1/2² മൈനസ് 1/3² പ്ലസ് എക്സെട്ര. ഇനി നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π² 12 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2² പ്ലസ് 1/3² മൈനസ് എക്സെട്ര എന്ന് കിട്ടും. അതായിരുന്നു നമുക്ക് ഡെഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ്. അതായത് ചില കേസുകളിലൊക്കെ നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുന്നത് 0L എന്ന് പറഞ്ഞാൽ ഹാഫ് പീരീഡിലായിരിക്കും. അതായത് -L തൊട്ട് L വരെയുള്ള പീരീഡ്, ആ ഇൻ്റർവെല്ലിൽ നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ഓഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈവൻ ഫംഗ്ഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചില പർട്ടിക്കുലർ കേസിൽ നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുന്ന ഇൻ്റർവെൽ എന്നുള്ളത് ഹാഫ് റേഞ്ച് ഇൻ്റർവെൽ 0 to L ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ 0 തൊട്ട് L വരെയുള്ള ഇൻ്റർവെല്ലിലാണ് നമുക്ക് നമ്മുടെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ 0 തൊട്ട് L വരെയുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ -L തൊട്ട് Lലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് 0 തൊട്ട് L വരെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫംഗ്ഷൻ ഉണ്ട്. നമ്മളിനി -L തൊട്ട് 0 വരെ നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് -L തൊട്ട് L വരെയുള്ള ഫംഗ്ഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആ -L തൊട്ട് L വരെയുള്ള ആ ഇൻ്റർവെല്ലിലോട്ട് തന്നേക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒന്നുകിൽ ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ bn 0 ആണ്. അതായത് സൈനിൻ്റെ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ ശരിക്കും ഈവൻ ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് കിട്ടണത് ഫൊറിയർ കൊസൈൻ സീരീസാണ്. കാരണം കോസിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. നോക്കി, അതിനെയാണ് നമ്മൾ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എന്ന് പറയുന്നത്. ദി ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഇൻ ദ ഇൻ്റർവെൽ 0L. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ 0L എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity an cos nπx/L. ഇത്ര ഓർത്താൽ മതി. നമ്മൾ കൊസൈൻ സീരീസ് വരുന്നത് ഈവൻ ഫംഗ്ഷൻ വരുമ്പോഴാണ്. അപ്പോൾ അവിടെ bn 0 ആണെന്ന് ഓർത്താൽ മതി. a0ൻ്റെ ഫോമിൽ എന്താ? a0 ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് dx. എൻ്റെ ഫോമുല an ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് cos nπx/L dx. ഇനി അടുത്താണ് ഹാഫ് റേഞ്ച് സൈൻ സീരീസ്. ഹാഫ് റേഞ്ച് സൈൻ സീരീസ് വരുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു ഓഡ് ഫംഗ്ഷൻസിനാണ്. ഓഡ് ഫംഗ്ഷൻസ് എടുക്കുമ്പോൾ a0 അവിടെ 0 ആയിരിക്കും, an 0 ആയിരിക്കും. അപ്പം നമുക്ക്
ഹാഫ് റേഞ്ച് സൈൻ സീരീസ് കിട്ടും. അതിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ബി എൻ സൈൻ എൻ ബൈ എക്സ് ബൈ എൽ. ബി എൻ എന്താ? ബി എൻ ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ ബൈ എക്സ് ബൈ എൽ ഡി എക്സ്. പ്രോബ്ലംസ് നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെയാണ്. നമുക്ക് ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് സൈൻ സീരീസൊക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഇൻ്റർവെൽ 0 തൊട്ട് L വരെയുള്ള ഫോമുല ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ആ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും സെയിം ഫോമുല തന്നെയാണ്. L ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ആണ്. അപ്പം നമ്മൾ ആദ്യം L നോക്കാം. L എന്നുള്ളത് പൈ ആണല്ലോ. ഇവിടെ എല്ലായിട്ട് എടുക്കണം. നോക്കി, ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ്, ഹാഫ് റേഞ്ച് സൈൻ സീരീസ് തരുമ്പോൾ നമുക്ക് 0 തൊട്ട് L വരെ ആയിട്ട് തരണേ. അപ്പോൾ L എന്നുള്ളത് ഇവിടെ പൈ ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ഫോമുല എഴുതുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ an cos n pi x by L. L എന്നുള്ളത് പൈ ആണ്. പൈ ക്യാൻസൽ ചെയ്ത് പോയി. a0ൻ്റെ ഫോമുല 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 ലിമിറ്റ് കൊടുക്കുക 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/3π ഇൻറ്റു π³ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2/3 π സ്ക്വയർ. an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? മറ്റേ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു വി 1 മൈനസ് യു ഡാഷ് വി 2 ആ ഫോമുല വെച്ചിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 2/π യു ആയിട്ട് എക്സ് സ്ക്വയർ എടുക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x സൈൻ എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് ലിമിറ്റ് 0 to π. ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 4/n² ഇൻറ്റു -1 ഓൾ റേസ് ടു n എന്ന് കിട്ടും. ഇനി നമ്മൾ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2π² 3/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity 4/n² -1 ഓൾ റേസ് ടു n കോസ് എൻ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു π² 3 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity 4/n² -1 ഓൾ റേസ് ടു n കോസ് എൻ എക്സ് എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെവലപ്പ് ദി ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു πx -x² ഇൻ ദ ഇൻ്റർവെൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. അപ്പോൾ നമ്മുടെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ഇൻ്റർവെല് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ L ഇസ് ഈക്വൽ ടു പൈ ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ഫോമുല എഴുതുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ an cos n pi x by L. L എന്നുള്ളത് പൈ ആണ്. പൈ ക്യാൻസൽ ചെയ്ത് പോയി. a0ൻ്റെ ഫോമുല 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π πx മൈനസ് x² dx. ജസ്റ്റ് ഇൻ്റഗ്രേഷനുള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു 2/π പൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ πx²/2 മൈനസ് x²ൻ്റെയോ x³ ലിമിറ്റ് കൊടുക്കുക 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π എക്സിന് ആദ്യം പൈ കൊടുക്കാം. അപ്പോൾ π/2 ഇൻറ്റു π² മൈനസ് π³ എക്സിന് 0 കൊടുക്കുമ്പോൾ എല്ലാവരും 0 ആയിട്ട് പോകും. വിച്ച് ഇസ് ഈക്വൽ ടു 2/π π³ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണം. അപ്പോൾ π³ 1/2 മൈനസ് 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 2π² ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 - 2/6 വിച്ച് ഇസ് ഈക്വൽ ടു π²/3 എന്ന് കിട്ടും. an-ൻ്റെ ഫോമുല an ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π πx മൈനസ് x² കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π. നമ്മൾ ഇൻ്റഗ്രൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു ആ ഫോമുല വെച്ചിട്ട് യു ആയിട്ട് നമ്മൾ πx മൈനസ് x² എടുക്കാം, വി ആയിട്ട് നമ്മൾ കോസ് എൻ എക്സ് എടുക്കാം. അപ്പം യു ഇൻറ്റു അതായത് πx മൈനസ് x² ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ്
പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പൈ മൈനസ് 2x. ഇനി സൈൻ എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ പ്ലസ് പൈ മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് -2 മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. ലിമിറ്റ് കൊടുക്കുക 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π. ആദ്യം എക്സിന് പൈ കൊടുക്കുക, പിന്നെ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ പൈ മൈനസ് 2π കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ പ്ലസ് 0 മൈനസ് ഓഫ് പൈ കോസ് 0/n സ്ക്വയർ എന്ന് കിട്ടും. കോസ് എൻ പൈയുടെ വാല്യൂ നമുക്കറിയാം -1 ഓൾ റേസ് ടു n ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു -π -1 ഓൾ റേസ് ടു n ബൈ n സ്ക്വയർ മൈനസ് പൈ ബൈ n സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു -2/n സ്ക്വയർ പൈ -1 ഓൾ റേസ് ടു n പ്ലസ് 1. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 6 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി -2/n സ്ക്വയർ പൈ ഇൻറ്റു -1 ഓൾ റേസ് ടു n ബൈ n പ്ലസ് 1 കോസ് എൻ എക്സ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. അപ്പോൾ കൊസൈൻ സീരീസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. എൽ എന്നുള്ളത് എന്താ വരാം, എൽ എന്നുള്ളത് പൈ ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ഫോം a0/2 പ്ലസ് സമ്മേഷൻ an കോസ് n പൈ എക്സ് ബൈ പൈ ക്യാൻസൽ ചെയ്ത് പോയി. a0 എന്നുള്ളത് 2/l ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2/π. ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു ആ ഫോമുല വെച്ചിട്ട് യു ആയിട്ട് നമ്മൾ എക്സിനെ എടുക്കാം, വി ആയിട്ട് നമ്മൾ സൈൻ എക്സിനെ എടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ്. ലിമിറ്റ് 0 to π. നമ്മൾ ആദ്യം എക്സിന് പൈ കൊടുക്കുക, മൈനസ് എക്സിന് 0 കൊടുക്കണ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു -π കോസ് പൈ വിച്ച് ഇസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an ഇസ് ഈക്വൽ ടു 2/l ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് സൈൻ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് സൈൻ എക്സ് കോസ് എൻ എക്സിന് നമ്മളെങ്ങനെ എഴുതി, കോസ് എൻ എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. നമുക്കറിയാം കോസ് എ സൈൻ ബി 2 കോസ് എ സൈൻ ബി എന്നുള്ളത് സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ എ ആയിട്ട് എൻ എക്സ് എടുക്കുക, ബി ആയിട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ കോസ് എ സൈൻ ബി എന്നുള്ളത് എന്ത് വരും, 1/2 സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. ആ 1/2 പുറത്ത് ഒരു 2 തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/π ഇൻ്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു സൈൻ എൻ പ്ലസ് 1 എക്സ് മൈനസ് സൈൻ എൻ മൈനസ് 1 എക്സ് ഡി എക്സ് എന്ന് വരും. അതിൽ എക്സിനെ നമ്മൾ യു ആയിട്ട് എടുക്കാം, സൈൻ എൻ പ്ലസ് 1 എക്സ് മൈനസ് സൈൻ എൻ മൈനസ് 1 എക്സിനെ നമ്മൾ വി ആയിട്ട് എടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രേറ്റ് ചെയ്യുക ആ ഫോമുല വെച്ചിട്ട്. അപ്പോൾ എക്സ് ഇൻറ്റു മൈനസ് കോസ് എൻ പ്ലസ് 1 എക്സ് ബൈ എൻ പ്ലസ് 1 മൈനസ് കോസ് എൻ മൈനസ് 1 എക്സ് ബൈ എൻ മൈനസ് 1. അത് നമ്മുടെ വിയുടെ ഇൻ്റഗ്രലാണ്. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഞാൻ ബ്രാക്കറ്റിലിട്ട ടേമിൻ്റെ എഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എൻ പ്ലസ് 1 എക്സ് ബൈ എൻ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എൻ മൈനസ് 1 എക്സ് ബൈ എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to π. നോക്കി, ഇതുപോലത്തെ ഇൻ്റഗ്രേഷൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാട്ടോ, അതാട്ടോ നമ്മൾ പറഞ്ഞു പോണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും നിങ്ങൾ. ഇനി ആദ്യം നമ്മൾ എക്സിന് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പിന്നെ മൈനസ് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ 1/π ഇൻറ്റു പൈ ഇൻറ്റു നെഗറ്റീവ് 1/n പ്ലസ് 1 കോസ് എൻ പ്ലസ് 1 പൈ പ്ലസ് 1/n മൈനസ് 1 കോസ് എൻ മൈനസ് 1 പൈ മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1/n പ്ലസ് 1 കോസ് എൻ പ്ലസ് 1 പൈയുടെ വാല്യൂ -1 ഓൾ റേസ് ടു n പ്ലസ് 1 പ്ലസ് 1/n മൈനസ് 1 കോസ് എൻ മൈനസ് 1 പൈയുടെ വാല്യൂ -1 ഓൾ റേസ് ടു n മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു -1/n പ്ലസ് 1 -1 ഓൾ റേസ് ടു n പ്ലസ് 1 നമ്മളെങ്ങനെ എഴുതി, -1 ഓൾ റേസ് ടു n ഇൻറ്റു -1 പ്ലസ് 1/n മൈനസ് 1 -1 ഓൾ റേസ് ടു n മൈനസ് 1 -1 ഓൾ റേസ് ടു n ഇൻറ്റു -1 ഓൾ റേസ് ടു 1 എന്ന് എഴുതി. നമ്മൾ -1 ഓൾ റേസ് ടു n കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1/n പ്ലസ് 1 -1/n മൈനസ് 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം.
-1 all raised to n minus 1 minus n minus 1 divided by n square minus 1 എന്ന് കിട്ടും, which is equal to -2 all raised to -1 all raised to n by n square minus 1. ആ മൈനസിനെയും കൂടി നമ്മൾ -1ൻ്റെ പവറിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 by n square minus 1 minus 1 all raised to n plus 1 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് a-ൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. ഇനി നമ്മൾ ശരിക്കും ആ ഫോറിയർ സീരീസിൽ ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് a0/2 a0 എന്താ കിട്ടിയത് 2/2 എന്നുള്ളത് 1 ആണ്. അപ്പോൾ 1 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an-ൻ്റെ വാല്യൂ എന്താ കിട്ടിയാണ് 2 by n square minus 1 minus 1 all raised to n plus 1 cos nx. അതാണ് നമ്മുടെ ഫോറിയർ സീരീസ് ആയിട്ട് വരണേ. ഫോറിയർ സീരീസ് എഴുതിക്കോളെ. ഇവിടെ an വരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ, താഴെ f(x) is equal to എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല, നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണേ. ഫോർത്ത് വൺ, ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ സീരീസ് ഓഫ് f(x) is equal to cos x 0 less than x less than pi/2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊസൈൻ സീരീസ് ഓഫ് f(x) is equal to cos x ആണ്, 0 less than x less than pi/2 ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ നോക്കാം. എൽ എന്നുള്ളത് pi/2 ആയിരിക്കും. നമ്മുടെ കൊസൈൻ സീരീസിൻ്റെ ഇക്വേഷൻ f(x) is equal to a0/2 പ്ലസ് സമ്മേഷൻ an കോസ് n pi x by l എന്നുള്ളത് pi/2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കോസ് n pi x by pi/2 അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an കോസ് 2nx എന്ന് കിട്ടും. a0ൻ്റെ ഫോർമുല a0 is equal to 2/l ഇൻ്റഗ്രൽ 0 to l f(x) dx which is equal to 2/l എന്താ pi/2 ഇൻ്റഗ്രൽ 0 to pi/2 cos x dx which is equal to 4/pi cos xൻ്റെ ഇൻ്റഗ്രൽ എന്താ വരാം cos xൻ്റെ ഇൻ്റഗ്രൽ sin x ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to pi/2 which is equal to 4/pi. ആദ്യം നമ്മൾ എക്സിന് പൈ കൊടുക്കാം, അപ്പോൾ sin pi/2 minus 0. sin pi/2ൻ്റെ വാല്യൂ 1 ആണ്, അപ്പോൾ 4/pi which is equal to 4/pi എന്ന് കിട്ടും. നെക്സ്റ്റ് an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an is equal to 2/l ഇൻ്റഗ്രൽ 0 to l f(x) cos 2nx dx which is equal to 2/pi/2 ഇൻ്റഗ്രൽ 0 to pi/2 cos x cos 2nx dx which is equal to 4/pi ഇൻ്റഗ്രൽ 0 to pi/2 cos x cos 2nxനെ നമ്മൾ എങ്ങനെ എഴുതി cos 2nx into cos x dx എന്ന് എഴുതി which is equal to നോക്കി cos a 2 cos a cos b എന്നുള്ളത് എന്താ 2 cos a cos b എന്നുള്ളത് cos a plus b plus cos a minus b ആണ്. അപ്പോൾ cos a cos b എന്നുള്ളത് എന്തായിരിക്കും 1/2 cos a plus b plus cos a minus b. അപ്പോൾ നമ്മൾ a ആയിട്ട് 2nxനെ എടുക്കുക, b ആയിട്ട് xനെ എടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എന്ത് വരും ശരിക്കും 1/2 cos 2n plus 1 x plus cos 2n minus 1 x എന്നാണ് പറയുന്നത്. ആ 1/2 പുറത്തെ ഒരു 2 ആയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നത് 2/pi ഇൻ്റഗ്രൽ 0 to pi/2 cos 2n plus 1 x plus cos 2n minus 1 x dx എന്നാണ് which is equal to 2/pi. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. cos 2n plus 1 xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ sin 2n plus 1 x by 2n plus 1 plus cos 2n minus 1 xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2n minus 1 x divided by 2n minus 1 ലിമിറ്റ് കൊടുക്കുക 0 to pi/2 which is equal to നമ്മൾ ആദ്യം എക്സിന് pi/2 കൊടുക്കണം. അപ്പോൾ 2/pi 1/2n plus 1 sin 2n plus 1 pi/2 plus 1/2n minus 1 sin 2n minus 1 pi/2. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ sin 0 ആയിട്ട് പോകും which is equal to നോക്കി 2/pi നോക്കി അവിടെ sin 2n plus 1 pi/2 അതായത് sin 2n pi/2 plus pi/2 ആണ്. sin 2n pi/2 plus pi/2 അതായത് sin pi/2 plus 2n pi/2 അതായത് sin 90 plus തീറ്റ ഫോമിലല്ലേ നമുക്കറിയാം sin 90 plus തീറ്റ എന്നുള്ളത് എന്താ cos തീറ്റയാണ്. അപ്പോൾ sin pi/2 plus 2n pi/2നെ നമുക്ക് എന്ത് എഴുതാം cos 2n pi/2 എന്ന് എഴുതാം. cos 2n pi/2 എന്ന് പറഞ്ഞാൽ cos n pi 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് n pi. അപ്പോൾ ആ ടൈമിന് വരെ നമ്മൾ cos n pi എന്ന് എഴുതി. ഇനി sin 2n minus 1 pi/2 sin 2n minus 1 pi/2 അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് sin 2n pi/2 minus pi/2 എന്ന് എഴുതാം.
ഇനി അതിന് നമ്മളൊരു നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ സൈൻ മൈനസ് ഓഫ് π/2 മൈനസ് എൻ പൈ എന്ന് കിട്ടും. നമുക്കറിയാം സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് സൈൻ π/2 മൈനസ് എൻ പൈ. നമ്മൾ പറഞ്ഞു സൈൻ 90 മൈനസ് തീറ്റ എന്നുള്ളത് കോസ് തീറ്റ. അപ്പോൾ മൈനസ് കോസ് എൻ പൈ എന്ന് കിട്ടും. അപ്പോൾ അതിന് പകരം മൈനസ് കോസ് എൻ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/π 1/2n plus 1 cos n pi plus 1/2n minus 1 minus cos n pi, which is equal to 2/π cos n pi into 1/2n plus 1 minus 1/2n minus 1. Cross multiplication ചെയ്യുമ്പോൾ 2/π minus 1 all raised to n, 2n minus 1 minus 2n minus 1 divided by 4n square minus 1 എന്ന് കിട്ടും. അതായത് ഡിനോമിനേറ്റർ ശരിക്കും വന്നത് 2n plus 1 into 2n minus 1 ആണ്. a plus b into a minus b ഫോമിൽ a square minus b square, അതായത് 2n square 4n square minus 1, which is equal to 2/π minus 1 all raised to n minus 2/4n square minus 1, which is equal to 4 minus 1 all raised to n plus 1 divided by pi into 4n square minus 1. നമ്മൾ ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 2, അതായത് 2/π പ്ലസ് സമ്മേഷൻ 4 ഇൻറ്റു -1 ഓൾ റൈസ് ടു n plus 1 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 4n square minus 1 cos 2nx എന്ന് കിട്ടും. ഫിഫ്ത്ത് വൺ, ഒബ്റ്റെയിൻ ദി കൊസൈൻ ആൻഡ് സൈൻ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻ ദി ഇൻ്റർവെൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. നോക്കി, ഇവിടെ നമ്മളോട് കൊസൈൻ സീരീസും സൈൻ സീരീസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊസൈൻ സീരീസ് കിട്ടണത് എപ്പോഴാണ്? നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ -π പൈയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണു. ആ എക്സ്റ്റെൻഡ് ചെയ്യണ ഫംഗ്ഷൻ എന്നുള്ളത് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് കൊസൈൻ സീരീസ് കിട്ടുക. ആ എക്സ്റ്റെൻഡ് ചെയ്യണ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈൻ സീരീസാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊസൈൻ സീരീസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity an cos n pi x by പൈ ക്യാൻസൽ ചെയ്ത് പോയി. അതായത് a0/2 പ്ലസ് സമ്മേഷൻ an cos nx. a0 കണ്ടുപിടിക്കുക. a0 എന്നുള്ളത് 2/l ഇൻ്റഗ്രൽ 0 to l f of x dx ആണ്. എഫ് ഓഫ് എക്സിന് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലിന് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π x dx എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2/π എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 ലിമിറ്റ് 0 to π വിച്ച് ഇസ് ഈക്വൽ ടു പൈ എന്ന് കിട്ടും. ഇനി an കണ്ടുപിടിക്കാം. an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2/l ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് കോസ് nx dx വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിനൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് കോസ് nx dx എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2/π. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എക്സിനെ യു എന്ന് എടുക്കാം, കോസ് nxനെ വി എന്ന് എടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ nx ബൈ എൻ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, സൈൻ nx ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx ബൈ എൻ സ്ക്വയർ ലിമിറ്റ് 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π. ആദ്യം എക്സിന് പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -0. അപ്പോൾ നമ്മൾ 1/n സ്ക്വയർ കോസ് n പൈ -0 പ്ലസ് കോസ് 0 ബൈ n സ്ക്വയർ. n സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 2/n സ്ക്വയർ പൈ ഇൻറ്റു കോസ് n പൈ മൈനസ് കോസ് 0 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2/n സ്ക്വയർ പൈ. കോസ് n പൈക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -1 ഓൾ റൈസ് ടു n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -1. ഇപ്പോൾ an കിട്ടിയിട്ടുള്ളൂ, നമ്മൾ ജസ്റ്റ് ഈ ഫോർമുലയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ an കോസ് nx. a0 കിട്ടി, an കിട്ടി, ആ ഫോർമുലയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ അത് ഫൊറിയർ കൊസൈൻ സീരീസ് ആവുള്ളൂ. ഇനി ഹാഫ് റേഞ്ച് സൈൻ സീരീസിൻ്റെ ഫോർമുല എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity bn sin n pi x by പൈ. bn കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/l ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് സൈൻ nx dx വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π. എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സൈൻ nx dx ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 2/π എക്സ് ഇൻറ്റു സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx ബൈ എൻ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് കോസ് nx ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ nx ബൈ എൻ സ്ക്വയർ ലിമിറ്റ് 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π. ആദ്യം എക്സിന് പൈ കൊടുക്കുക, അപ്പം -π കോസ് n പൈ ബൈ എൻ പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 2/π n -π -1 ഓൾ റൈസ് ടു n. പൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട്
2/n - 1 all raised to n + 1 കിട്ടും. അപ്പോൾ നമ്മുടെ bn നമ്മുടെ സൈൻ സീരീസിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? f of x is equal to summation n is equal to 1 to infinity 2/n - 1 all raised to n + 1 sin nx. ഇതാണ് നമ്മുടെ Fourier സൈൻ സീരീസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഹാഫ് റേഞ്ച് Fourier സൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് f of x is equal to k in 0π. അപ്പോൾ നമ്മളോട് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. സൈൻ സീരീസിൻ്റെ ഇക്വേഷൻ എന്താ? f of x is equal to summation bn sin nπx/l. l എന്നുള്ളതിവിടെ പൈ ആണ്. അപ്പോൾ summation bn sin nx എന്ന് കിട്ടും. bn കണ്ടുപിടിക്കാനുള്ള ഫോർമുല bn is equal to 2/l integral 0 to l f of x sin nx dx which is equal to 2/π 0 to π k sin nx dx എന്ന് കിട്ടും, which is equal to 2k/π. k കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്തു. sin nxൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx/n ലിമിറ്റ് 0 to π. അപ്പം മൈനസ് നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പം മൈനസ് 2k/πn എന്നും കൂടി ഔട്ട് സൈഡ് എടുത്തേ /n കോസ് nπ മൈനസ് കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2k/nπ. കോസ് nπയുടെ വാല്യൂ -1 all raised to n -1 വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവിന് നമ്മൾ ഉള്ളോട്ട് കൊടുക്കുമ്പോൾ 2k/nπ ഇൻറ്റു 1 - -1 all raised to n. നോക്കി bn കിട്ടിയിട്ടുള്ളൂ, നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്താ വരാം? സമ്മേഷൻ 2k/nπ 1 - -1 all raised to n sin nx. ആ സൈൻ സീരീസ് എടുത്ത് എഴുതണം കേട്ടോ. ഇവിടെ bn കണ്ടുപിടിച്ചിട്ടുള്ളൂ, നിങ്ങൾ ആ സൈൻ സീരീസിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സൈൻ സീരീസും കൂടി എഴുതണം. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി Fourier സൈൻ സീരീസ് ഓഫ് f of x is equal to e raised to x in 0 less than x less than 1. അപ്പോൾ നമ്മുടെ ഇവിടെ L എന്നുള്ളത് 1 ആണ്. സൈൻ സീരീസിൻ്റെ ഫോർമുല എന്താ? f of x is equal to summation bn sin nπx/l. L 1 ആയതുകൊണ്ട് sin nπx എന്ന് കിട്ടും. bn കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/l integral 0 to l f of x sin nπx dx which is equal to L-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, f of x നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/1 integral 0 to 1 e raised to x sin nπx dx which is equal to 2 into നമ്മൾ റിസൾട്ടിൽ ഒരു ഫോർമുല എഴുതി വെച്ചത് ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്നുള്ളത് എന്താ? ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സൈൻ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. നിങ്ങൾ ആ ഫോർമുല കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് റിസൾട്ടിൽ. അപ്പം ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ആ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എ എന്നുള്ളത് 1 ആണ്, ബി എന്നുള്ളത് എന്താ? nπ ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ എന്താ വരാം? ഇ റേസ് ടു എ എക്സ്, അതായത് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 + n² π² ഇൻറ്റു എ സൈൻ ബി എക്സ്. എ എന്നുള്ളത് 1 ആണ്, അപ്പോൾ സൈൻ nπx മൈനസ് ബി കോസ് ബി എക്സ്, അതായത് nπ കോസ് nπx ലിമിറ്റ് 0 to 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യം എക്സിന് 1 കൊടുക്കാം. അപ്പോൾ e/1 + n² π² കോസ് nπ 0 ആവും മൈനസ് nπ കോസ് nπ. ഇനി എക്സിന് 0 കൊടുക്കുക, അപ്പോൾ e റേസ് ടു 0 ബൈ 1 + n² π² സൈൻ 0 0 ആണ് മൈനസ് nπ കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 2/1 + n² π². അതായത് നമ്മൾ രണ്ട് ടേമിനും 1/1 + n² π² ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 2/1 + n² π² ഇ ഇൻറ്റു മൈനസ് nπ -1 all raised to n, അതായത് കോസ് nπക്ക് -1 all raised to n കൊടുത്തു പ്ലസ് nπ വിച്ച് ഇസ് ഈക്വൽ ടു 2nπ ബൈ 1 + n² π² 1 മൈനസ് ഇ ഇൻറ്റു -1 all raised to n എന്ന് കിട്ടും. നമ്മൾ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of x is equal to summation 2nπ ബൈ 1 + n² π² ഇൻറ്റു 1 മൈനസ് ഇ ഇൻറ്റു -1 all raised to n സൈൻ nπx എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി Fourier സൈൻ സീരീസ് ഓഫ് f of x is equal to x 0 less than x less than 2 4 - x 2 less than x less than 4. അപ്പം നമുക്ക് തന്നേക്കുന്ന ഇൻ്റർവെൽ 0 തൊട്ട് 4 വരാം, അതായത് 0 less than x less than l എന്ന് പറഞ്ഞ ഇൻ്റർവെൽ തന്നേക്കണേ. അപ്പം L എന്താ വരാം? L എന്നുള്ളത് 4 ആണ്.
നമ്മളോട് സൈൻ സീരീസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നുള്ളത് 4 ആണ്. ബി എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബി എൻ ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L, അതായത് 0 to 4 എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ 4 ഡി എക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 0 തൊട്ട് 4 വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. 0 തൊട്ട് 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ആണ്. 2 തൊട്ട് 4 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 4 - x ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2/4. നമ്മൾ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യണു. ഇൻ്റഗ്രൽ 0 to 4 ഇൻ്റഗ്രൽ 0 to 2 പ്ലസ് ഇൻ്റഗ്രൽ 2 to 4 സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2. 0 തൊട്ട് 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? എക്സ്. അപ്പോൾ എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ 4 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2 to 4 4 - x സൈൻ എൻ പൈ എക്സ് ബൈ 4 ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു. ഇനി നമ്മൾ ഓരോ ഇൻ്റഗ്രലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ യു വി ഡി എക്സിൻ്റെ ഫോർമുല വെച്ചിട്ട് ഫസ്റ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യു ആയിട്ട് എക്സിനെ എടുക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു വി ആയിട്ട് സൈൻ എൻ പൈ എക്സ് ബൈ 4. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരാം? മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ 4 ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ 4 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ 4 ഡിവൈഡ് ബൈ എൻ പൈ ബൈ 4ൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ 4 ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ. ലിമിറ്റ് കൊടുക്കുക 0 to 2 പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ യു ആയിട്ട് 4 - x എടുക്കാം, വി ആയിട്ട് സൈൻ എൻ പൈ എക്സ് ബൈ 4 എടുക്കാം. അപ്പോൾ 4 - x ഇൻറ്റു മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ 4 ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ 4 മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ 4 ഡിവൈഡ് ബൈ എൻ പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ. ലിമിറ്റ് 2 to 4. നമ്മൾ ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സിംപ്ലിഫിക്കേഷനൊക്കെ അറിയാമല്ലോ. ജസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 16/n² പൈ സ്ക്വയർ സൈൻ എൻ പൈ എന്ന് കിട്ടും. നമ്മൾ ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറിയർ സൈൻ സീരീസ് ആയിട്ട് വരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 16/n² പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ 2 സൈൻ എൻ പൈ എക്സ് ബൈ 4 എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഫോറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് 0 > x < 1 2 - x for 1 < x < 2. അപ്പോൾ നമുക്കിവിടെ എൽ എന്നുള്ളത് 2 എന്ന് എടുക്കാം. ഫോറിയർ സൈൻ സീരീസിൻ്റെ ഫോർമുല എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ 2. അതായത് എല്ലിന് 2 കൊടുക്കുമ്പോൾ ബി എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബി എൻ ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L. അപ്പോൾ എൽ ഇവിടെ 2 ആണ് വരണത്. എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ 2 ഡി എക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ വേറെയാണ്, 1 തൊട്ടിട്ട് 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ വേറെയാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2/2 ഇൻ്റഗ്രൽ 0 to 1 എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ 2 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 2 - x സൈൻ എൻ പൈ എക്സ് ബൈ 2 ഡി എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ സാധാ ചെയ്യണ പോലെ ഇൻ്റഗ്രേഷൻ ചെയ്യാം കേട്ടോ. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതായത് ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. സ്റ്റെപ്പൊക്കെ സെയിം തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് വരാം, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു പോകണില്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പ്രോബ്ലംസൊക്കെ ഈ മെത്തേഡ് വഴി ചെയ്യണതായിരുന്നു. ജസ്റ്റ് നിങ്ങൾ നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ 8/n² പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ 2 എന്ന് കിട്ടും. ജസ്റ്റ് ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ 8/n² പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ 2 സൈൻ എൻ പൈ എക്സ് ബൈ 2 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഫോറിയർ സൈൻ സീരീസ്. ഇനി അടുത്തൊരു ടോപ്പിക്ക് പാർസെവൽസ് ഐഡൻറ്റിറ്റി. നമ്മുടെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പാർസെവൽസ് ഐഡൻറ്റിറ്റി. നോക്കിയേ, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 12 ആൻഡ് ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഇൻ ദ ഇൻ്റർവൽ c+12. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പീരിയോഡിക് ഫംഗ്ഷനാണ്. അതിൻ്റെ പീരീഡ് എന്നുള്ളത് 12 ആണ്. പിന്നെ അത് c+12 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1/2L ഇൻ്റഗ്രൽ c to c+12 എഫ് ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ളത്, അതായത് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1/2L ഇൻ്റഗ്രൽ c to c+12 എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് എന്തായിരിക്കും? a0/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/2 സമ്മേഷൻ n is equal to 1 to infinity an² plus bn². This is known as Parseval's identity for the function f of x in the interval c+12.
അതായത് ആ ഒരു ഐഡൻറ്റിറ്റി, അതായത് ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ പാർസെവൽസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നേക്കണ എഫ് ഓഫ് എക്സ് എന്നുള്ളത് പീരിയോഡിക് ഫംഗ്ഷനാണ്, അതിൻ്റെ പീരീഡ് 2L ആണ്, പിന്നെ അത് ആ C+12 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂസും കൂടി ആണെങ്കിൽ നമ്മൾ ആ തന്നേക്കുന്ന ഇക്വേഷൻ, അതായത് 1/2L ഇൻ്റഗ്രൽ C+12 എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? a0/2ൻ്റെ സ്ക്വയർ പ്ലസ് 1/2 സമ്മേഷൻ an സ്ക്വയർ പ്ലസ് bn സ്ക്വയർ. ആ ഒരു ഐഡൻറ്റിറ്റിനെ നമ്മൾ പാർസെവൽസ് ഐഡൻറ്റിറ്റി എന്ന് പറയും. പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻ ദ ഇൻ്റർവൽ -π. Hence, deduce that summation 1/n⁴ is equal to π⁴ divided by 90. അപ്പം നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻ ദ ഇൻ്റർവൽ -π. അപ്പം നമുക്കറിയാം ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് bnൻ്റെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. പിന്നെ പീരീഡ് 2L എന്നുള്ളത് എന്താ? ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ 2π ആണ് വരണത്, അതായത് L എന്നുള്ളത് π ആണ്. എഫ് ഓഫ് എക്സ് നമ്മുടെ ഈവൻ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ an cos nπx/π, അതായത് എല്ലാം ഇവിടെ പൈ ആണ്. a0 കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/π ഇൻ്റഗ്രൽ 0 to π x² dx വിച്ച് ഇസ് ഈക്വൽ ടു 2/π x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 ലിമിറ്റ് 0 to π. പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ 2/3π π³ വിച്ച് ഇസ് ഈക്വൽ ടു 2π³ 3 എന്ന് കിട്ടും. an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π x² cos nx dx. നമ്മൾ സാധാ പോലെ u ആയിട്ട് x² എടുക്കുക, v ആയിട്ട് cos nx എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ a എന്നുള്ളത് 4/n² ഇൻറ്റു -1 ഓൾ റേസ് ടു n എന്ന് കിട്ടും. നമ്മൾ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π² 3 പ്ലസ് സമ്മേഷൻ 4/n² -1 ഓൾ റേസ് ടു n cos nx എന്ന് കിട്ടും. ഇനി അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ഒരു സംഭവം ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഡെഡ്യൂസ് ചെയ്യണത് പാർസെവൽസ് ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ്. പാർസെവൽസ് ഐഡൻറ്റിറ്റി എന്താ പറയണത്? 1/2π ഇൻ്റഗ്രൽ C to C+2L എഫ് ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് എന്താ? a0/2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 1/2 സമ്മേഷൻ an² പ്ലസ് bn² എന്നാണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/2π ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്താ? x² ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x⁴ dx ഇസ് ഈക്വൽ ടു a0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a0 നമ്മളിപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടായി π²/3. അപ്പോൾ π²/3 a0/2 ആണ് π²/3 അതിൻ്റെ സ്ക്വയർ പ്ലസ് 1/2 സമ്മേഷൻ an² നമ്മുടെ കയ്യിലുണ്ടല്ലോ, an നമ്മുടെ കയ്യിലുണ്ട് 4/n² -1 ഓൾ റേസ് ടു n. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 16/n⁴ -1 ഓൾ റേസ് ടു 2n. bn 0 ആണ്, bn² 0 ആയിരിക്കും. നമ്മൾ LHS ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവാം. 1/2π ഇൻ്റഗ്രൽ x⁴, അതിന് x⁴ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁵/5 ലിമിറ്റ് കൊടുക്കുക -π to π ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം π⁴/9 പ്ലസ് 1/2 ഇൻറ്റു 16 പുറത്തോട്ട് എടുക്കുക 16, പിന്നെ സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ∞ 1/n⁴ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കി LHS എന്താവും? 1/10π π⁵ പ്ലസ് -π⁵ ഇസ് ഈക്വൽ ടു π⁴/9 പ്ലസ് 8 ഇൻറ്റു സമ്മേഷൻ 1/n⁴. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് 9π⁴ മൈനസ് 5π⁴/45 ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു സമ്മേഷൻ 1/n⁴ എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടണതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അവിടെ ഓൾറെഡി നോക്കി നമ്മുടെ LHS എന്തായിരുന്നു? 1/10π π⁵ മൈനസ് π⁵ ആയിരുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 10π ഉണ്ടല്ലോ, പൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും? π⁴/10 മൈനസ് π⁵5/10 എന്ന് കിട്ടും. നോക്കി അവിടെ മൈനസ് അല്ല വരാം, π⁵ മൈനസ് ഓഫ് π⁵ ആണ്. അപ്പോൾ ശരിക്കും 2π⁵ ഡിവൈഡഡ് ബൈ 10π എന്നാണ് വരാം. അപ്പോൾ ആ പൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2π⁴/5
10 പൈ എന്ന് കിട്ടും. അതായത് π/4/5 എന്ന് കിട്ടും. എന്നിട്ട് ആ RHSലെ π/4/9 LHSലോട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ എന്ത് കിട്ടണേ, π/4/90 എന്ന് കിട്ടണേ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം നിങ്ങൾക്ക്. അതായത് ആ LHS ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് പൈയൊക്കെ ക്യാൻസൽ ചെയ്തു കളയുക. എന്നിട്ട് RHSലെ π/4/9 LHSലോട്ട് കൊണ്ടുവരിക, ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് π/4/90 = സമ്മേഷൻ 1/n/4 എന്ന് കിട്ടും. ആ സിംപ്ലിഫിക്കേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ എന്നോട് ചോദിച്ചോളേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മളോട് ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നമുക്കിപ്പോൾ അത് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂൾ കഴിഞ്ഞു കേട്ടോ. താങ്ക് യു.